ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. ഇന്ന് നാം എല്ലാവരും ലോക മാതൃദിനം ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ ഞാനോർത്ത് അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തേക്കാം. കാരണം ഈ ലോക മാതൃകാ ദിനം ആഘോഷിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്, ഇല്ല എന്ന് പറയുന്നില്ല. ഓരോ ദിനവും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് 365 ദിവസവും നമ്മൾ ആഘോഷിക്കേണ്ട വിഷയമാണ് നമ്മുടെ മാതാവിൻ്റെ മാതൃദിനം എന്ന് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ മാതാപിതാ ഗുരു ദൈവം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കാരണം ഒരു പെറ്റമ്മ എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു സ്നേഹം അനുഭവിച്ചറിഞ്ഞവർക്കേ അത് മനസ്സിലാവും. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്കൊരൊറ്റ ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ഒരു അഡ്വൈസ്, അമ്മമാരുള്ളതാണോ നിങ്ങൾ അവരെ അങ്ങേറ്റം സ്നേഹിക്കണം. കാരണം ആ അമ്മമാർ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഉള്ള ദുഃഖം അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ചോദിക്കുക അച്ഛന്മാരോ, തീർച്ചയായിട്ടും മാതാപിതാക്കളോ ആരോ ആവട്ടെ, നമുക്കൊരു മരണം താങ്ങാൻ പറ്റാത്തതാണ്. പക്ഷെ നമ്മുടെ മാതാവിൻ്റെ ആ ധർമ്മം എന്ന് പറയുന്നത് നമ്മളെ 10 മാസം നമ്മളെ ചുമന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഒരു മാതാവ് അമ്മ നമ്മളെ വളർത്തിയെടുക്കുന്നത്. അച്ഛന്മാർക്ക് കടമയുണ്ടെങ്കിലും ഒത്തിരിയും 90% കഷ്ടപ്പാട് അമ്മമാർക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ മാതാപിതാക്കളുള്ളവർ ദൈവം വിചാരിച്ച് അവരെ അങ്ങറ്റം സ്നേഹിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് ഇപ്പോൾ പുറം രാജ്യങ്ങളിലാണ്. അവരൊക്കെ ഉറപ്പായിട്ടും അമ്മയ്ക്ക് ഒരുപക്ഷെ ഇന്ന് ഹാപ്പി മദേഴ്സ് ഡേ എന്ന് എഴുതിയാൽ കേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കും, അവർക്ക് രാവിലെ വാട്സാപ്പിൽ മെസ്സേജ് കൊടുക്കും. അതൊക്കെ നല്ല കാര്യം. പക്ഷേ അവർ കഴിയുമ്പോൾ നമ്മുടെ മക്കളെയും കുട്ടികളും ഒക്കെ ആയിട്ട് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് കുറച്ച് ദിവസം വെക്കേഷനെങ്കിലും വന്ന് നിൽക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കാരണം ഒരു അച്ഛനും അമ്മ മരിക്കുമ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്നൊക്കെ നമുക്ക് 16 ദിവസവും നമുക്ക് ലീവ് കിട്ടും. നമ്മൾ കുട്ടികളുമായിട്ട് ആ വീട്ടിൽ പോയി നിൽക്കുകയും ചെയ്യും. പക്ഷേ ആ അമ്മയ്ക്കോ അച്ഛനെ കൂടെ ഞാൻ ചേർത്ത് പറയാണ്, മാതൃദിനമാണെങ്കിലും അവർക്കത് ആസ്വദിക്കാൻ പറ്റുമോ? നമ്മൾ മരിച്ച് നമ്മൾ 16 ദിവസം അവിടെ പോയി നിന്നിട്ട് കാര്യമുണ്ടോ? ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് അന്നാണ് കുട്ടികൾ നമ്മുടെ കുടുംബത്തിൽ വന്ന് നിൽക്കുന്നതൊക്കെ. ആ 16 ദിവസവും എല്ലാവരുമായിട്ടൊന്ന് കളിച്ച് കൊച്ചുകുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്കൊരു സമയം ഉണ്ടാക്കണം. നമ്മൾ ദൂരെ ആയിരിക്കാം, നമ്മൾ നല്ല ജോലി തിരക്കായിരിക്കാം. നമ്മുടെ മാതാപിതാക്കൾ എവിടെയാണോ നമ്മൾ അവരെ പോയി ഒന്ന് വല്ലപ്പോഴും കാണുക. പിന്നെ അവർക്ക് ആരോഗ്യമുള്ളവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴും കൊണ്ട് നിർത്തുക, അവരുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക. ഇതൊക്കെയാണ് ഒരു മക്കളുടെ ധർമ്മം. എല്ലാവരും അത് ചെയ്യുന്നവരാണ്. ഒരിക്കലും ഞാനില്ല, എത്രയോ ആളുകളെ എനിക്കറിയാം. അമ്മയൊക്കെ 90 വയസ്സ് കഴിഞ്ഞിട്ടും ഈവൻ തൃശ്ശൂർ പൂരം, എനിക്ക് തന്നെ അനുഭവമുണ്ട്. തൃശ്ശൂർ പൂരം കാണാൻ അമ്മയും കൊണ്ട് പോവുക. അതുപോലെ അമ്പലങ്ങൾ, അത് ഓരോ ഈശ്വര വിശ്വാസികൾ അവരുടെ രീതിയിലും. അപ്പോൾ അത്രമാത്രം അമ്മമാരെ സ്നേഹിക്കുന്നവരെ ഒത്തിരി പേര് എനിക്കറിയാം. പക്ഷെ ആരും ഇല്ലാതെ വിഷമിച്ച് ഒരു നേരം ഒരു ആരെങ്കിലും മുഖം ഒന്ന് കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെയും എനിക്ക് ഒത്തിരി പേരെ അറിയാം. അതിൽ ഒറ്റപ്പെട്ട് പോകുമ്പോൾ അത് പറയുകയും വേണ്ട. അവർ തീർച്ചയായിട്ടും അവർ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉള്ളവരാണെങ്കിൽ പോലും അയ്യോ ഞാനിനി എങ്ങനെ എൻ്റെ ജീവിതം, മക്കളൊക്കെ പുറത്താണ്, ദൂരെയാണ്. പക്ഷേ മിക്കവരും കുട്ടികൾ അങ്ങനെ പുറത്താണെങ്കിൽ ആ അമ്മമാരെ നമ്മുടെ അടുത്തുള്ളതുപോലെ സ്നേഹിക്കുന്ന എത്രയോ മക്കളുണ്ട്. അതിൽ മെയിൻ ഉദാഹരണം ഞാൻ തന്നെയാണ്. എൻ്റെ കുട്ടികൾ തന്നെ വന്ന രണ്ട് മക്കളാണ്. 2 മരുമക്കളും ഉണ്ട്, ഒരു ചെറുമോളും ഉണ്ട്. അവരങ്ങറ്റം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയാണതുകൊണ്ടാണല്ലോ ഞാനിന്ന് ഈ നിലയ്ക്കെത്തി സ്വന്തമായിട്ട് എൻ്റെ ഗാലറിയൊക്കെ തുടങ്ങി. അതെല്ലാം എൻ്റെ കുട്ടികളുടെ സപ്പോർട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾ എത്രമാത്രം സ്നേഹിക്കുമോ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അവരുടെ സ്നേഹമാണ് നമ്മുടെ, എത്രമാത്രം നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു അത്രത്തോളം ഉയർച്ച. പക്ഷെ സ്നേഹിക്കാത്തവർക്ക് ഉയർച്ച കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു സന്തോഷം, അത്രത്തോളം ആ കുട്ടികൾക്ക് ആ ഉയർച്ച വരും. അപ്പോൾ കഴിയുന്നത് നിങ്ങൾക്ക് മാതാപിതാക്കളുള്ളവരാണെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും അവരുടെ അടുത്ത് പോയി ഒരു സ്നേഹ വർത്താനം പറയുകയും അവരോട് കഴിയുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ല നമ്മളൊരിക്കലും അവരുടെ കാലശേഷം, മരണശേഷം വന്ന് അവരങ്ങനെയാണ്, അവരിങ്ങനെ ആയിരുന്നു, ആനയാണ്, അതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവർ ജീവനോടെ ഇരിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ അവരെ സന്തോഷിപ്പിക്കാമോ അതെല്ലാം ചെയ്യേണ്ട കടമ മക്കൾക്കാണ്. അപ്പം നമ്മളെല്ലാവരും മദേഴ്സ് ഡേ ഇന്ന് ആഘോഷിക്കുന്നത് നല്ല കാര്യം. എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി മദേഴ്സ് ഡേ.
അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. ബൈ.